മലയാള സിനിമയിലെ ഏറ്റവും വലിയ റിലീസുകളിലൊന്നായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ഇന്നലെ ആ പടം റിലീസായി. പക്ഷേ പ്രതീക്ഷിക്കാതെ അതിന് ഒരുപാട് ഡീഗ്രേഡിംഗ് വന്നു. ഇന്നിപ്പോൾ സംവിധായകൻ LJP മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തിനാണ് തൻ്റെ പടം ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഡെസ്കിൽ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ആളുകൾ ഇത്രയും വെറുപ്പ് പരത്തുന്നത് എന്തിനെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഒറ്റയ്ക്ക് വാർത്താ സമ്മേളനം നടത്തുന്നത് മനസ്സുമടുത്തതുകൊണ്ട്. ഒരു മിനിറ്റ്, ഈ LJPക്ക് ഇത്രയും മനസ്സുമടക്കാൻ മാത്രം പുറത്ത് അത്രയും ഡീഗ്രേഡിംഗ് ആണോ പടത്തിന്? ഇയാൾ പടം കണ്ടായിരുന്നോ? ഞാൻ പടം കണ്ടു, ഞാൻ ഇന്നലെ രാത്രി കണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം ചിലപ്പോൾ കിട്ടിക്കാണില്ല. പക്ഷേ അതൊരു LJP പടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എടാ, നീ മൂവി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. നല്ല സിനിമയാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൻ്റെ മേക്കിംഗ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല ഷോർട്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ പാർട്ട് പറയാനാണെങ്കിൽ റീസെൻ്റ്ലി മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫിലിം തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. സായി ചേട്ടാ, മൂവി കണ്ടായിരുന്നോ? കണ്ടല്ലോ. എങ്ങനെയുണ്ട്? എനിക്ക് പ്രതീക്ഷിച്ച അത്ര ഒരു ഗും കിട്ടിയില്ല. അതെന്താ? എനിക്കൊന്ന് ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലൊക്കെ ഒരു ഭയങ്കര ലാഗിങ് തോന്നി. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഇത് തോന്നുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് അങ്ങനെ ഒരു അങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് പൊട്ടിക്കേണ്ട ഒരു പടമൊന്നുമല്ല. വിഷ്വലി നല്ലൊരു ട്രീറ്റാണ്, നല്ല ക്യാമറയാണ്, നല്ല മേക്കിംഗ് ആണ്. എനിക്ക് പ്രശ്നമായി തോന്നിയത് സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര പ്രശ്നമായി തോന്നി. ഡയലോഗൊക്കെ ഭയങ്കര അതിനാടകീയതയായി തോന്നി. അത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ചേട്ടാ, പടം കണ്ടിരുന്നോ? കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു. ഈ ഇപ്പം നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ സിനിമയ്ക്കെതിരെ, അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതും സംഭവം ആ സിനിമയിലില്ല. വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, അതുപോലെ സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ട്രോള് പോലെ പറയുന്നത് മോഹൻലാലിൻ്റെ ഇൻട്രോ വരുന്ന സമയത്ത് തിയേറ്റർ കുലുങ്ങുമെന്നാണ് ഇവരുടെ ചോദ്യം. ആക്ച്വലി ഒരു അനിരുദ്ധിൻ്റെ ഒരു BGM, അതുപോലെ മീശ പിരിച്ച് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നടൻ, ഒരു അമാനുഷികനായ ഒരു നായകൻ വന്നിട്ട് ഇറങ്ങുന്ന ആ ഒരു ഭംഗിയിൽ ആ സിനിമ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാം പകുതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. ചേട്ടൻ പടം കണ്ടോ? എങ്ങനെയുണ്ട് പടം? പടം ഗംഭീരമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിഷ്വൽ മീഡിയക്കാരാണല്ലോ. നമ്മുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മളെന്താ തോന്നിപ്പിക്കുക, നല്ല വിഷ്വൽസിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കണം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചിത്രം എന്നെ സംബന്ധിച്ച് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അത് പരമാവധി ആസ്വദിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റുള്ള ടെക്നിക്കൽ സൈഡൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പടത്തെ പറ്റി. പക്ഷേ ഏറ്റവും പ്രാധാന്യം വിഷ്വൽ തന്നെയാണ്. അതിൽ കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് മായാജാലം ലിജോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചോപ്പിൻ്റെ ഒരു ഭംഗി, അതോടൊപ്പം മഞ്ഞ കളറിൻ്റെ ഒരു ആധിക്യം. അത് മാത്രമല്ല, ചില രംഗങ്ങളിൽ പുള്ളി എക്സ്പ്രസീവ് ആയിട്ടുള്ളത് ക്യാരക്ടർ ഒരു നിർണായക ഘട്ടത്തിൽ, അതിൻ്റെ ക്ലൈമാക്സിൽ നടക്കുന്നൊരു ഘട്ടത്തിൽ ആളുകളുടെ, അതായത് നടന്മാരുടെയോ നടിമാരുടെയോ മുഖഭാവങ്ങളിലൂടെ അല്ലാതെ കുറച്ച് മുഖംമൂടികളിലൂടെ വികാരങ്ങൾ പങ്കുവെക്കുന്നത്, ആ രംഗത്തിന് ആവശ്യമായിട്ടുള്ള വികാരങ്ങൾ പങ്കുവെക്കുന്ന ഒരു സീനുണ്ട്. നമ്മളതിങ്ങനെ തറഞ്ഞിരുന്നു പോയി. എൻ്റെ അനുഭവമാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ തറഞ്ഞിരുന്നു പോയി. കാരണം അവിടെ എന്താണോ വരേണ്ട ഒരു കൊടുക്കേണ്ട ഒരു ഭാവം, അതാണ് ആ മുഖം മൂടി സംസാരിച്ചത്. നിങ്ങൾ ഈ ഒരു മായാലോകത്തിൽ എത്തണമെങ്കിൽ നിങ്ങളൊരു വലിയ സ്ക്രീനിൽ ഈ പടം കാണുക. കുറച്ച് നാൾ കഴിഞ്ഞാൽ OTT ഈ പടം വരുമായിരിക്കും. അന്ന് നിങ്ങൾ കണ്ടിട്ട് ഒരു കാരണവശാലും നിരാശപ്പെടാനുള്ള വരരുത്. എടാ, നീ പടം കണ്ടിരുന്നോ? നിന്റെ അഭിപ്രായം എന്താ? പടം കണ്ടു, ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇച്ചിരി ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ അതൊഴിച്ച് നിർത്തിയാൽ മേക്കിങ്ങും കാര്യങ്ങളും അടിപൊളിയാണ്. ചേട്ടൻ വാലിബൻ കണ്ടതാണോ? ഞാൻ LJPയുടെ എല്ലാ സിനിമകളും ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ കാണുന്ന ആളാണ്. എല്ലാ സിനിമകളുടെ കണ്ടിട്ടുണ്ട്. ഇത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. വലിയ ഡീഗ്രേഡിംഗ് ഒക്കെ രാവിലെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ എനിക്ക് സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ LJPയുടെ കൂടോത്രം എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ പ്രയോഗിക്കാറുണ്ട്. അതായത് ഇങ്ങനെ ഈ ബിംബങ്ങളെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് മിസ്റ്റിക്കായിട്ടുള്ളൊരു ഭാവലോകം ഉണ്ടാക്കി അതിനെ ദർശനത്തിലേക്കും തത്വചിന്തയിലേക്കൊക്കെ ഇങ്ങനെ വിരിച്ചിടുന്ന ഒരുതരം സിനിമാറ്റിക് യൂണിവേഴ്സ് ലിജോയ്ക്കുണ്ട്, LJPക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ഈ സിനിമയിൽ അനുഭവിക്കാൻ പറ്റി. ശരിക്കും കുറേയേറെ ലെയറുകളുള്ള ഒരു സിനിമയാണിത്. ഇതിപ്പോൾ MGR സിനിമകളുടെ, പഴയ MGR വാലിബൻ സിനിമകളുടെ റെഫറൻസ് ഇതിലുണ്ട്. പിന്നെ ഈ ഷോലയുടെ റെഫറൻസ് വരുന്നുണ്ട്. അതുപോലെ ഈ സമുറായി സിനിമകളുടെയൊക്കെ റെഫറൻസ്. പിന്നെ ഈ അവസാനം വന്നിട്ട് ഈ എക്സ്ട്രാ ടെറസ്ട്രിയലിലേക്കൊക്കെ പോവുകയാണല്ലോ. AIയുടെയൊക്കെ ഒരു സാധ്യതയിലേക്കായിരിക്കും അടുത്ത വാലിബൻ എന്ന് കരുതുന്നുണ്ട്. കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഹൈ ഫീലുണ്ട് നല്ലൊരു സിനിമ കണ്ടതിൻ്റെ. പക്ഷേ ഇത് ഉള്ളിൽ കിടന്ന് വളരുന്ന ഒരു സിനിമയാണ്.
ഇപ്പോൾ അതിൻ്റെ സബ് ടെക്സ്റ്റുകളും സബ് ലെയറുകളും ഒക്കെ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും നല്ല സിനിമ, നല്ല കല തരുന്ന ഒരു ആനന്ദം എല്ലാ അർത്ഥത്തിലും തരുന്ന സിനിമയാണ് വാലിബൻ. പടം കണ്ടിരുന്നോ? ഞാൻ സെക്കൻഡ് ഷോയ്ക്കാണ് പോയി കണ്ടത്. എല്ലാ നെഗറ്റീവ് റിവ്യൂവും വന്നതിന് ശേഷമാണ് കണ്ടത്. എനിക്ക് അതിൻ്റെ അകത്ത് വിമർശനങ്ങൾ കാമ്പില്ലാത്തതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ലാഗായിരുന്നു, ഇഴഞ്ഞു നീങ്ങി എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒന്നാം ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദികരമായി തോന്നിയത്. ആ മന്ദഗതിയാണ് ആ സിനിമയുടെ സൗന്ദര്യം. അമാനുഷികമായ, സ്വപ്നതുല്യമായ, മാന്ത്രികമായ ഒരു പ്രമേയം സാധാരണ ഭാഷയിൽ പറയാൻ കഴിയില്ല. അതിലെ സംഭാഷണങ്ങൾക്ക് ഒരു അസ്വാഭാവികത ഉണ്ടാവും, നാടകീയത ഉണ്ടാവും. അത് ആ പ്രമേയം ആവശ്യപ്പെടുന്നതാണ്. ഈ സാധാരണ മാനകങ്ങൾ വെച്ച് ഒരു അസാധാരണ സിനിമയെ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകളാണ് വാലിബനെ സംബന്ധിച്ചുണ്ടായ നെഗറ്റീവ് റിവ്യൂസിൻ്റെ കുഴപ്പം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നും അല്ല നിജം കാണുന്നു.